$5,600 പേ ഔട്ട് റിക്വസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ആക്ച്വലി 250Kയുടെ ഒരു ബൂട്ട് ക്യാമ്പ് അക്കൗണ്ടാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഹൈ സ്റ്റേക്സ് അക്കൗണ്ടുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഈ ഒരു ബൂട്ട് ക്യാമ്പ് അക്കൗണ്ടിനുണ്ട്. ഇതിൽ ഹൈ സ്റ്റേക്സിലുള്ള പോലെ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് എന്ന് പറയുന്നൊരു റൂള് ബൂട്ട് ക്യാമ്പ് അക്കൗണ്ടിലില്ല. പിന്നെ വരുന്നത് 3 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റായി വെച്ചിരിക്കണം എന്ന് പറയുന്നൊരു റൂളുണ്ട്. ഈ ഒരു റൂൾ നിങ്ങൾ 5 തവണ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യപ്പെടും. പിന്നെ വരുന്നത് ഡെയിലി പോസ്റ്റ് ലിമിറ്റാണ്. ഈ ഒരു പോസ്റ്റ് ലിമിറ്റിനെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ട്, എന്താണ് പോസ്റ്റ് ലിമിറ്റ് എന്ന് ചോദിച്ചിരുന്നു പലരും. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 3% ആണ് ലിമിറ്റ് വരുന്നത്. അതായത് അക്കൗണ്ട് സൈസ് ഇപ്പോൾ 100K ആവട്ടെ അല്ലെങ്കിൽ 250K ആവട്ടെ, നിങ്ങളുടെ അക്കൗണ്ട് സൈസിൻ്റെ 3% ഡെയിലി ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ പൊസിഷൻസും അവിടെ എക്സിറ്റ് ആവും, ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവും. ഇതൊരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവുകയോ അല്ലെങ്കിൽ ടെർമിനേഷൻ ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു ദിവസം പുതിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ആ ഒരു സെയിം അക്കൗണ്ടിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് പ്രോഫിറ്റ് സ്പ്ലിറ്റിൻ്റെ കാര്യമാണ്. ഹൈ സ്റ്റേക്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം 80%-ലാണ് ഹൈ സ്റ്റേക്സിൽ പ്രോഫിറ്റ് സ്പ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബൂട്ട് ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് 50%-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും പ്രോഫിറ്റ് ഷെയർ എന്നുള്ളത് 50% ആണ്. ഈ ഒരു 50% എന്നുള്ളത് നിങ്ങൾക്ക് 75%, അതേപോലെ തന്നെ 100% എന്ന് പറയുന്ന ലെവൽ വരെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ബയോയിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ഫണ്ടഡ് അക്കൗണ്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഡൗട്ട്സ് നിങ്ങൾക്കതിൽ ചോദിക്കാവുന്നതാണ്.